വെൽക്കം ടു അവർ മിനി വ്ളോഗ്. സോ അത്യാവശ്യ കാര്യങ്ങൾ, അതായത് ഓർഗനൈസിങ്ങും പിന്നെ ഈദ് പ്രിപ്പറേഷൻ പിന്നെ ചെറിയ പെയിൻറ്റിങ്സ് ചെയ്യുന്നത് ഇതിലൊരു കുട്ടി വ്ളോഗായിട്ടാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ റൂമിൽ വന്നേരം അവിടെ ഡെസ്ക് ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് ക്ലീനിങ്ങും അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ പെയിൻറ്റ് ബ്രഷ് ആണെങ്കിൽ നല്ലോണം അലാക്കായിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇതിനെ ഒന്ന് സൈഡൊക്കെ പെയിൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ തന്നെ അത് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കട്ടർ എടുത്തിട്ട് അതിങ്ങനെ ചിരണ്ടി കൊടുത്ത്, എന്നിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയും ജസ്റ്റ് ഒന്നിങ്ങനെ ചിരണ്ടി വെക്കും. അത് എളുപ്പത്തിൽ ബാക്കിയുള്ളതിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ കഴിയും. അതുമാത്രമല്ല, അതിലെ എല്ലാ ബ്രഷും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതിൽ കുറേ കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ ഞാൻ ഈ വാക്സോ ജെല്ല് അതുപോലത്തെ സാധനങ്ങളാണ് ബ്രഷ് മുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബടക്കായിക്കൊണ്ട് ആ ബ്രഷിന് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ആ ബ്രഷിൻ്റെ ഹെയർ വരുന്നത് ഇത് ഡ്രൈ ആയിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ച്. സോ അതിനെ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാൻ കഴിയില്ല. അല്ലാണ്ട് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഇപ്പോൾ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച് അതെങ്ങനെയും ചിരണ്ടിയിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ ടൈമല്ലേണ്ട വിചാരിച്ചിട്ട് അതങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പം ശ്രദ്ധിക്കുക, പെയിൻറ്റ് ബ്രഷ് എപ്പോഴും പെയിൻറ്റ് ചെയ്തതിന് ശേഷം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് തന്നെ വെക്കാം. നെക്സ്റ്റ് സൈഡ് ഡെസ്ക്, അവിടെയാണ് ഞാൻ ഈ പെയിൻറ്റിങ്സ് ബ്രഷ് അതിൽ പെയിൻസിൽ കളേഴ്സിന് വെക്കാം. അപ്പോൾ അവിടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ക്ലീനിങ് ചെയ്യാം. കുറേ അവിടെ നിന്ന് ക്ലീൻ ചെയ്യാത്ത, അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ തുടച്ച്, എന്നിട്ട് ആ കാർഡ്ബോർഡ് അവിടെ നിന്ന് മാറ്റി. ആദ്യം ഞാൻ ചെയ്ത് വെച്ചതാണ്, പിന്നെ വേണ്ട വെച്ചിട്ട് അത് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം സിമ്പിളാക്കാൻ ജസ്റ്റ് ഒരു വെയിറ്റ് ഷീറ്റ് പോലത്തെ സാധനം അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് സാധനങ്ങളിലൊന്ന് സൈറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെച്ച്. ഇതിലുള്ള ട്രേയോ പെൻസിൽ ഹോൾഡറോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തു, ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാവിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് സെൽഫ് കെയറിലേക്ക് ഇറങ്ങി. ഇത് മാനിക്യൂർ, ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മാനിക്യൂർ പോലത്തെ ആണ്. അപ്പം അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഷാമ്പു, പിന്നെ ബേക്കിംഗ് സോഡ, ലെമൺ, അത് മൂന്നും വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 50 or 20 മിനിറ്റ്സ് നമ്മൾ അതിൽ കാലിട്ട് വെക്കും. അതിനുശേഷം കുറച്ചും കൂടി ചെയ്യലുണ്ട്, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെ ഈദായതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഈദിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു ഡെസേർട്ട് ആക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു ഫ്രൂട്ട് സലാഡാണ്. ഫ്രൂട്ട്സും നട്ട്സും മുറിച്ചിട്ട് ഐസ്ക്രീം ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും. നാളെ ഇതിന് ഡെസേർട്ടായിട്ട് കൊടുക്കും. ഈദ് മുബാറക് ഗൈസ്, ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ്. അപ്പോൾ അത് കഴിക്കുന്നതിന് ആദ്യം അത് കഴിച്ചതിന് ശേഷം ഡെസേർട്ട് വിളമ്പി. ആദ്യം വീട്ടിലെല്ലാവരും പിന്നെ ഗസ്റ്റ് വരും, അവർക്കൊക്കെ ഡെസേർട്ടൊക്കെ കൊടുത്തു. പിന്നെ ഫോട്ടോഷൂട്ടിലേക്ക് ഇറങ്ങി. ഫോട്ടോഷൂട്ട് ഇല്ലാണ്ട് പെരുന്നാളില്ലാരും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. രാത്രി ആകുമ്പോൾ ചെറിയ ബോറടി വന്നോണ്ട് പെയിൻറ്റിങ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ച ജീൻസിൻ്റെ ടാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്. കാണാൻ രസമുണ്ടായിക്കൊണ്ട് അപ്പം അതിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഫ്രീ ടൈംസൊക്കെ കിട്ടിയാൽ ആദ്യം പെയിൻറ്റിങ്സിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അങ്ങനത്തൊക്കെയാണ് നോക്കാറ്. പിന്നെ ഞാൻ ഷോർട്സിൽ ലെറ്റ്സ് പെയിൻറ്റിങ് റാൻഡം തിങ്സ് എന്ന് പറഞ്ഞത് ചെറിയ ചാലഞ്ച് 10 days ചെയ്യുന്ന ചെറിയ ചാലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയും പിന്നെ ഈ സാധനം യൂസായി. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിലേക്കും വീഡിയോസ് ആഡ് ചെയ്യാം, പിന്നെ ഷോർട്സും ആയല്ല. സോ അത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ നമ്മൾ ഒരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇപ്പം ന്യൂ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ കാണാനാണ് ഇഷ്ടം അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ. അപ്പോൾ അതുപോലത്തെ വീഡിയോസിൽ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ റൂം ഓർഗനൈസിങ് ചെയ്യുന്നതായാലും ഈ ഹോം ഡെക്കേഴ്സ് അങ്ങനത്തതിൽ വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാവിൽ കോൺടാക്ട് ചെയ്താലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും അതിനെ ഞാൻ റിപ്ലൈ ആക്കിയിട്ട് തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റയിലവർക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ത്രൂ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈസ് തരാം. പിന്നെ മെയിനായിട്ട് നമ്മളടുത്ത് തന്നെ കുറച്ച് ഹോം ഡെക്കോർ പ്രൊഡക്ട്സ് നമ്മൾ തന്നെ ചെയ്യാതെ സെയിൽ ചെയ്യുന്നുണ്ട്.